സർ, ഈ കേവലം ഒരു രാഷ്ട്രീയ വിരോധം എന്നത് മുൻനിർത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്ന ഒരു ഓഡിയോ വിവാദം, ഒരു ഓഡിയോ വെച്ചുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങളിൽ വന്ന ഓഡിയോയിൽ പിന്നെ ആരൊക്കെയോ പുറത്തു നിന്ന് എങ്ങും തൊടാതെ പറഞ്ഞത് കേട്ടുകൊണ്ട് സ്വമേധയാ കേസെടുക്കുന്ന ക്രൈംബ്രാഞ്ച്, ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖരായ കഴിഞ്ഞ ഭരണകാലത്ത് മന്ത്രിയായിരുന്നവർ, അവരുടെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതങ്ങളിലെ പാർട്ടിയുടെ ഉന്നത ഘടകത്തിലൊക്കെ ഇരിക്കുന്നവർ എങ്ങനെയാണ് കാശുകാരായത് എന്ന് ടെലിഫോൺ സംഭാഷണം ഇന്നലെ പുറത്തു വന്നു. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ നമ്മളിപ്പോൾ ഇവിടെ ആദ്യം സംസാരിക്കുന്ന ഈ പറയുന്ന രാഹുൽ എന്ന് പറയുന്ന യുവാവിനെതിരെ അതും ഒരു ടെലിഫോൺ ടോക്കാണ് വന്നത്. ഇതും ഒരു ടെലിഫോൺ ടോക്കാണ്. ഓടി ചാടി വീട് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷണം ആരംഭിക്കുന്നു. ഇതൊരു വൻ സാമ്പത്തിക തട്ടിപ്പ് കഥയാണ് പറയുന്നത്. അത് നമ്മുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമായ ഒരു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഇതിലൊന്നും ഒന്നും ചെയ്യാൻ സർക്കാരിനില്ല, ഒന്നും പറയാൻ പോലും ആരുമില്ല. ഇത് എപ്പോഴും ഉദാഹരണത്തിന് നമ്മൾ കളിയാക്കി പറയും, 7 മണി കഴിഞ്ഞാൽ ന്യൂസ് കാണേണ്ട സമയത്ത് വീട്ടിലെ പെണ്ണുങ്ങൾക്കെല്ലാം സീരിയൽ കാണണം, അതുകൊണ്ട് സ്വസ്ഥമായിട്ട് ന്യൂസ് കാണാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ കുറേ ആൾക്കാരെങ്കിലും കേരളത്തിലുണ്ട്. അതേ രീതി തന്നെയാണ് ഇവിടെ. സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഡിസ്കഷൻ ഇപ്പം ഏറ്റവും കൂടുതൽ ഞാനാണ് ഒരു ആങ്കറെങ്കിൽ, പ്രധാനപ്പെട്ട ടി വിയുടെ ആങ്കറെങ്കിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ആൾക്കാരിഷ്ടം പോലെ മരിക്കുന്നു. അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട വിഷയമാകുന്ന എപ്പോഴാണെന്ന് പറഞ്ഞാൽ, നാളെ പത്രങ്ങളും മാധ്യമങ്ങളും ഈ ചർച്ച തുടങ്ങുകയും വീണ ജോർജ് അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിണറായി വിജയൻ വീണ ജോർജിൻ്റെ കയ്യിൽ മൈക്ക് പിടിച്ചു മേടിക്കും. കോവിഡിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. തിരിഞ്ഞു നോക്കാതിരുന്ന ആൾക്കാർ അതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് കണ്ടപ്പം പിണറായി വിജയൻ മൈക്ക് ആരുടെ കയ്യിൽ നിന്ന് മേടിച്ചു? ശൈലജയുടെ കയ്യിൽ നിന്ന് മേടിച്ചു. ഇവിടെ അതുപോലെ സംഭവിക്കും. പക്ഷേ ഇവിടെ വീണ പോലും പറയാനില്ല. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ കാരണം എന്താണെന്നോ എങ്ങനെ ഉണ്ടായെന്നോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഇപ്പോൾ തൽക്കാലം ഇവർ തയ്യാറില്ല. കാരണം ഇവർക്കിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എവിടെയാണ് പോയത്, ആരുടെ സാരിയിലാണ് പിടിച്ചത്, അതായത് ചൂരിദാറിൻ്റെ ബട്ടൺസാണ് അയച്ചത്, ഇത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞൊരു 2 ആഴ്ച അല്ലെ ഒരു മാസം പിണറായി വിജയൻ പ്രതിക്കൂട്ടിലാകത്തക്ക രീതിയിലുള്ള ഒരു ചർച്ചയെങ്കിലും ഇവിടെ ചാനൽ നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ചാനൽ? അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ പിണറായി വിജയൻ ചിരിക്കുക. അല്ല സാർ, അത് ഉണ്ടായിട്ടുണ്ട്. പോലീസ് മർദ്ദന കഥകൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, പക്ഷേ അതിപ്പോൾ പിണറായി വിജയനിലേക്ക് വരുന്നില്ലല്ലോ. പ്രതികരിക്കുന്നില്ല എന്നുള്ള. അപ്പോൾ സതീശനെ പറ്റി ഏറ്റവും വലിയ കുഴപ്പമുണ്ടല്ലേ, സതീശന്റെ തകർച്ച തന്നെ അവിടെയാണ്. കുന്നംകുളത്ത് ഇത്തരം ക്രൂരമായ മർദ്ദനം നടത്തിയ മുഖ്യമന്ത്രിയുടെ ഒപ്പം ഇരുന്ന് ഓണസദ്യ കഴിക്കാൻ പോയി, ശരിയായതല്ല. അവിടെയാണ് സതീശനുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് വിരോധം തോന്നാനുള്ള അടിസ്ഥാനം മാങ്കൂട്ടത്തിനോടുള്ള സ്നേഹം മാത്രമല്ല, പിണറായിയോടുള്ള വിരോധം കൂടെയുണ്ട്. അവിടെയാണ് നമ്മൾ ഇത് ഏത് രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകും എന്ന് ആലോചിക്കേണ്ടത്. ഏത് രീതിയിൽ പോകും? പണം ഉണ്ടാക്കുന്ന വിഷയം, തൃശ്ശൂർ ജില്ലയിലെ CPM പ്രവർത്തകർ പണം ഉണ്ടാക്കുന്ന വിഷയം, അത് കോൺഗ്രസ്സുകാരെക്കുറിച്ചും BJPക്കാരെക്കുറിച്ചും ഒക്കെ ആരോപണമില്ലേ? സുരേന്ദ്രൻ ആ തൃശ്ശൂരിലെ പട്ടത്ത് റൗണ്ടിൽ കൂടെയല്ലേ, തൃശ്ശൂർ റൗണ്ടിൽ കൂടെയാണ് സുരേന്ദ്രൻ കള്ളപ്പണമായിട്ട് യാത്ര ചെയ്ത്. ആ കേസോടം വരെയായി. കൊടകര ആ കേസോടം വരെയായി. കൊടകര വെച്ച് പിടിച്ചു. വടക്കനാഥനെയും ഒക്കെ ചുറ്റിയാണ് സുരേന്ദ്രനിക്ക് വന്നത്, ഇല്ലേ? തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസിയായ സുരേന്ദ്രൻ. ആ കേസോടം വരെയായി. ഇത് തൃശ്ശൂർ എല്ലാ പാർട്ടി ഇത്തരം അഴിമതിയുടെ കാര്യത്തിൽ ലയിക്കുന്ന ഒരു രംഗമാണ്. എല്ലാ BJPയും കോൺഗ്രസും CPMഉം ലയിക്കുന്ന ഒരു രംഗമാണ്. AC മൊയ്തീനെ പറ്റിയൊക്കെ എത്ര സാത്വികനായിട്ട് അറിഞ്ഞിരുന്നത്. വടക്കാഞ്ചേരിയിൽ മത്സരിക്കുമ്പോൾ AC മൊയ്തീൻ എങ്ങനെ ആയിരുന്നു K മുരളീധരനെതിരെ? ആ സാത്വിക ഭാവം കൊണ്ടാണ് മുരളീധരനെ തോൽപ്പിക്കാൻ പറ്റിയത്. ആ എവിടെ എത്തി AC മൊയ്തീൻ? അത് കോൺഗ്രസ് കൂടെ പാലം വലിച്ചിട്ടാണ് തോൽപ്പിച്ചത്. അല്ല, അത് സംഭവിച്ചു. അതിനേക്കാൾ കൂടുതലായിട്ട് AC മൊയ്തീൻ എവിടെ എത്തി? ആ ഒരു ഇമേജ് എന്തായിരുന്നു? ആ ഇമേജ് ഇപ്പൊ എന്ത് മാറി? നാളെ ഒരു ന്യൂനപക്ഷ സമുദായത്തിന് ഒരു മുഖ്യമന്ത്രി വേണമെങ്കിൽ അത് പാലോട് കഴിഞ്ഞാൽ അന്നത്തെ ഒരു രീതി അനുസരിച്ച് AC മൊയ്തീൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെട്ട പേരാണ് ന്യൂനപക്ഷ ഒരു കാണിച്ചിട്ട്. പക്ഷെ എവിടെ എത്തി? ഇന്നലെ പറഞ്ഞ ഓഡിയോ ക്ലിപ്പിൽ വലിയ അങ്ങനെയുണ്ട്. പാലോട് കൂട്ടി അതേ രീതി വന്നല്ലോ. ഒരു അഴിമതി ആരോപണം അങ്ങനെയുള്ളവരുമുണ്ട്. അവിടെയാണ് പ്രശ്നം.
ഈ അഴിമതി ആരോപണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് അഴിമതി ആരോപണം ടേക്കപ്പ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഏത് കോൺഗ്രസ്സുകാരുണ്ട്? എത്ര കോൺഗ്രസ്സുകാരുണ്ട്? സാർ, കോൺഗ്രസ്സുകാരുടെ കാര്യം, എതിർപക്ഷത്ത് കോൺഗ്രസിന്റെ കാര്യം പറയണ്ട. ഇവിടെ CPM-ല് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ അംഗങ്ങളാണ്. കപ്പലണ്ടി വിട്ട് കിടന്ന കണ്ണൻ ഇന്നിപ്പോ എന്ത് കോടി ആസ്തി ഉണ്ടെന്ന് അറിയാമോ എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനല്ല. ഒരു കാര്യം, കപ്പലണ്ടിക്കാരൻ സ്വർണം വിറ്റ് നടന്നിരുന്നെങ്കിൽ, ഇന്ന് സ്വർണം വിറ്റാണ് കണ്ണൻ നടന്നിരുന്നെങ്കിൽ ഇന്ന് കണ്ണൻ കേരളത്തിന്റെ പകുതി ഭാഗം വിലക്ക് മേടിച്ചെന്നെ കണ്ണൻ. തീർച്ചയായിട്ടും. അല്ലെ, കണ്ണനെ കുറിച്ച് അത് പറയുന്നുണ്ട്. മൊയ്തീന്റെ ഇടപാടുകളൊക്കെ വലിയ വ്യവസായങ്ങളുമായിട്ടാണെന്ന് പറയുന്നു. സാർ, ഇത് ഒരു തൃശ്ശൂർ ജില്ലയിലെ മാത്രം കഥയാണോ CPM-ന്റെ? അല്ല. CPM-ന്റെ മാത്രം നമ്മൾ അഴിമതിയുടെ കാര്യം പറയുമ്പോൾ CPM-ന്റെ മാത്രം പറയരുത്. എന്ത് അഴിമതിക്കെതിരായിട്ടൊരു സമരം ഉണ്ടാകാത്ത? അപ്പൊ ഇവരെല്ലാം ഒരു മാലയെ കുറിച്ച മുത്തുകൾ മാത്രമാണ് അല്ലേ? അതാണ് കാര്യം. അതാണ് അതിൻ്റെ അഴിമതിയുടെ കാര്യത്തിൽ ഇവരെല്ലാം ഒന്നി തന്നെ. ഞാനൊരു ചെറിയ കഥ കൂടെ പറഞ്ഞാണ് അഴിമതിയുടെ, തൃശ്ശൂർ അഴിമതിയുടെ വേറൊരു രൂപം പറയാം. തമിഴ്നാട്ടിൽ MGRന്റെ കാലത്ത് പ്രൈവറ്റ് ബസ് മുതലാളിമാർ പണിമുടക്കി. അവരുടെ ഡിമാൻഡ് ചാർജ് വർധനവാണ്. കിലോമീറ്ററിന് 10, 50 അല്ലെ 1 രൂപ മറ്റോ വർദ്ധിപ്പിക്കണമെന്നാണ് ഡിമാൻഡ് ചെയ്തത്. 5-6 ദിവസം ബസ് പണിമുടക്കി. MGR അനങ്ങിയില്ല. അവസാനം മുതലാളിമാരെ കാണാനായിട്ട് ഒരവസരം കൊടുത്തു MGRന്റെ സെക്രട്ടറിക്ക് അവസരം കൊടുത്തിട്ട് ആവശ്യപ്പെട്ടത് ഇത്ര ലക്ഷം രൂപ ആർക്ക് കൊടുക്കണം? സെക്രട്ടറിക്കാണോ MGR ആണോ എന്നറിയില്ല. സെക്രട്ടറിക്ക് കൊടുക്കണമെന്നൊരു ഡിമാൻഡ് വരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം എഴുതുന്ന ലേഖനമാണ് കൊടുക്കുന്നു. അപ്പോൾ ഈ രൂപ കൊടുക്കാനായിട്ട് ഇവർ ബസ് മുതലാളിമാർ 4 പേരും കൂടെ വേറെ സെക്യൂരിറ്റിയും കൂടെ ഉണ്ട്, 5 പേര് ഇവിടെ MGR താമസിക്കുന്ന പയസ് ഗാർഡനിൽ അന്നത്തെ കാലത്ത് മെറ്റഡോർ ഇല്ല, സ്റ്റാൻഡേർഡ് 20 എന്ന് പറഞ്ഞൊരു വാനുണ്ട്, ചെറിയ വാൻ. ഈ വാനിൻ്റെ അകത്ത് ഇവർ പോവുകയാണ്. അവിടെ ചെന്ന് MGRന്റെ സെക്രട്ടറിയോട് പറഞ്ഞിട്ട് ഈ വാന് MGRന്റെ കോമ്പൗണ്ടിൻ്റെ പുറകു വശത്തേക്ക് കയറ്റിയിട്ടാക്കാൻ പറഞ്ഞു. കയറ്റി കിട്ടും. ഇവർക്ക് ഈ കാശ് ഇവിടെ ഇരിക്കുക, ഇട്ടിട്ട് പോകാൻ പറ്റുമോ? ഒന്നും വല്ലാത്ത പരുവത്തിൽ ഇവർ കക്കൂസിപ്പാനും കുളിക്കാനും അടുത്ത റൂമിൽ പോകുമ്പോൾ വേറെ ഒരാളെ കാവൽ നിർത്തിയിട്ട് പോവുകയാണ്. ഈ കാവൽ നിർത്തിപ്പോയി കഴിഞ്ഞ അവസാനം MGR ഇറങ്ങി വന്ന് ആ കറുത്ത ഷൂസ് കൊണ്ട് ഇങ്ങനെ തട്ടി നോക്കിയെന്നാണ് പറയുന്നത് രൂപ. അപ്പോൾ 50 ലക്ഷമേ ഉള്ളൂ. 1 കോടി രൂപ വേണം ആർക്ക്? MGRന്. ഇവർ പോയി ഒരു തരത്തിൽ 1 കോടി രൂപ ഉണ്ടാക്കി MGRന് കൊടുത്ത് MGR വളരെ സന്തോഷത്തോടെ, ഇവരും സന്തോഷം. അപ്പോൾ ഇവർക്ക് കൂട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞതിനേക്കാൾ 10 ദിവസം കൂടെ കൂടി കിലോമീറ്ററിന് കൊടുക്കാമെന്ന് MGR സമ്മതിക്കുകയാണ്, പല റേഞ്ച് വെച്ചിട്ട്. ഇത് കൊടുക്കാൻ സമ്മതിച്ച് കഴിഞ്ഞ് ഇറങ്ങായിപ്പോരാൻ നേരത്ത് ഒരു ഡയലോഗ് കൂടെ പറഞ്ഞു. അവൻ അവിടെ നോക്കിയിരിപ്പുണ്ട്, അവനും കുറെ കാശ് കൊടുത്താക്കണം കേട്ടോ. അവൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ആരാ? കരുണാനിധി, പ്രതിപക്ഷ നേതാവ്. അപ്പോൾ എനിക്ക് മാത്രം തന്നാൽ പോരാ, പ്രതിപക്ഷ നേതാവിനും കൊടുക്കണം എന്ന് MGR പറയുകയാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. ഏത് ഇടപാടിന് ചെന്നാലും ഒരു സ്ഥലത്ത് മാത്രം കൊണ്ട് തീരരുത്. ഡിസ്റ്റിലറിക്ക് കൊടുക്കണം, എല്ലാവർക്കും കാശ് കറക്കി കൊടുത്താലേ സാധിക്കുള്ളൂ. ഇവിടെ കണ്ണന് മാത്രമാണോ കൊടുത്തിരിക്കുന്നത്? അവിടെ തൃശ്ശൂർ ജില്ല ചുമതല ഉണ്ടായിരുന്ന ബിജുവിനെ പറ്റി ആരോപണം വന്നില്ലേ? അതെ, ബിജുവിനെ പറ്റി ആരോപണം. പി കെ ബിജു ഏറ്റവും ചെറുപ്പക്കാരുടെ നേതാവല്ലായിരുന്നു ബിജു. എന്ത് പാവം പിടിച്ച മനുഷ്യനായിരുന്നു. അല്ല സാറേ, അതെ, CPM-ല് നമ്മൾ ഇപ്പോൾ സാറ് മൊയ്തീൻ്റെ കഥ പറഞ്ഞ പോലെ ഇങ്ങനെ താഴെത്തട്ടിൽ നിന്ന് പേര് കേട്ട് ഇവരൊക്കെ ഒരു വേള പാർട്ടിയെ നയിക്കുന്ന നല്ല മുഖങ്ങളായി തീരുമെന്ന് നമ്മൾ കരുതിയവരൊക്കെ തന്നെ അല്ല, അതിൻ്റെ പേര് ദോഷം സംഭവിച്ച് തീർന്നിരിക്കും. അല്ല, ആ കള്ളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണത്തിന് വിധേയനാക്കപ്പെട്ട മന്ത്രി KM മാണിയായിരുന്നു. ബാർ കോഴ ഉൾപ്പെടെ പല കേസുകൾ വന്നു. ഈ KM മാണിയുടെ കാലത്ത് ധനകാര്യ സെക്രട്ടറി ആയിരുന്ന ആളാണ് എബ്രാഹിം സാർ. ആ എബ്രാഹിം ഇന്നാരാ? KM മാണി പോയി ഐസക് വന്നപ്പോൾ എബ്രാഹിം അവിടെ തുടരുക, ബാലഗോപാൽ വന്നപ്പോൾ എബ്രാഹിം തുടരുക. അതിൻ്റെ അർത്ഥം ഈ അഴിമതിയുടെ ചങ്ങലകളും കണ്ണികളും നടത്താനുള്ള സൗകര്യങ്ങളും അവിടെ വളരെ വ്യക്തമായി സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഒരു പ്രക്ഷോഭത്തിലേക്ക്, അഴിമതിയുടെ കറപുരുളാത്തൊരു നേതാവ് ഒരു പ്രക്ഷോഭത്തിലേക്ക് വന്നാൽ, മാങ്കൂട്ടും ഷാഫിയും സതീശനൊക്കെ പോട്ടെ, അഴിമതി ഒരു മുഖ്യ വിഷയമായിട്ടെടുത്ത് പ്രക്ഷോഭത്തിന് വരുമോ? ഇന്ന് നേപ്പാളിൽ നടക്കുന്നതാ. നേപ്പാളിൽ നടക്കുന്ന ഈ അഴിമതിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭം. എന്നിട്ട് ഇവിടുത്തെ പത്രക്കാരും ചാനലുകാരും പറയാൻ യൂട്യൂബിൻ്റെ നിരോധിച്ചോണ്ട്. അതല്ല കാര്യം. സോഷ്യൽ മീഡിയ സാമ്പത്തിക തകർച്ചയാണ് നേപ്പാളിന്റെ സമരത്തിന് കാരണം. അതിവർ മിണ്ടിയല്ല, ഇവര് യൂട്യൂബിലേക്ക് കൊണ്ടുവരിക, യൂട്യൂബുകാരനാണ്. അപ്പോൾ ഏത് ഗൗരവമുള്ള പ്രശ്നം വന്നാലും അത് മാങ്കൂട്ടത്തിൻ്റെ സാരി പ്രശ്നത്തിലേക്കോ അല്ലെങ്കിൽ ചൂരിദാർ പ്രശ്നത്തിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാറ്റിവിടാൻ പഠിച്ച ഈ കള്ളന്മാർക്ക് കഞ്ഞി വെച്ച ഒരു മീഡിയ ഇവിടെയുണ്ട്. അതുകൊണ്ട് അത് ഇപ്പോൾ നേപ്പാൾ അവർ അടിമടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മീഡിയയിൽ പോയവന്മാർ അടിമടിക്കുക അവിടെ പലയിടത്തും. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് കേവലം ഒരു തൃശ്ശൂർ ജില്ലയിലെ
നേതാക്കളുടെ അഴിമതി കഥയല്ല. ഒറ്റ കഥയുള്ളൂ. ഈ അഴിമതി കഥ പറയുമ്പോൾ പൂച്ചക്കാർ മണി കെട്ടുന്നു ആരെ എന്നുള്ള ചോദ്യമുണ്ട്. ആരുടെ പേര് നമുക്ക് പറയാൻ പറ്റും? ഏതെങ്കിലും പാർട്ടി പറഞ്ഞു അഴിമതിക്കെതിരായിട്ട് പോരാടുന്ന ഒരു നേതാവിൻ്റെ പേര് പറഞ്ഞു. ആരാ പറയുന്നത്? അഴിമതി ചെയ്യുക, കൂടുതൽ അഴിമതി ചെയ്യുക, ആ കാശ് കൊണ്ട് ജനങ്ങളെ പറ്റിക്കാനുള്ള സൂത്രപ്പണി ചെയ്യുക, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും.